ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A ആണ്. അതായത് ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലും അതുപോലെ DMസിലും ഒക്കെ ചോദിച്ച ചോദ്യത്തിനെയാണ് നമ്മൾ ട്യൂസ്ഡേ Q&A സെക്ഷനാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെയും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഞാൻ ലാസ്റ്റ് വീക്ക് ട്രാൻഎക്സാമിക് ആസിഡിനെ പറ്റിയ നല്ല സിറം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫിക്സ് ട്രാൻഎക്സാമിക് ആസിഡ് സിറത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള കോജിക് ആസിഡ് അല്ലേ, അപ്പൊ അതെങ്ങനെ ട്രാൻഎക്സാമിക് ആസിഡിലോട്ട് മാറിയിരുന്നു. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന കളർ ചേഞ്ച്, ടാനിങ് അല്ലെങ്കിൽ സൺസ്പോട്ട്, പിമ്പിൾ മാർക്സ്, ഇതൊക്കെ മാറ്റാനായിട്ട് കോജിക് ആസിഡ് പോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന വേറെയും കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിനകത്ത് ചിലതിന് നമ്മൾ ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് മെയിൻ അഞ്ചെണ്ണമാണ് നമ്മൾ മെയിൻ ആയിട്ട് ടൈറോസിനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. അതല്ലാണ്ട് നമ്മൾ ഹൈഡ്രോക്വിനോണിനും ഒക്കെ ഇതിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഹൈഡ്രോക്വിനോണിൻ മെഡിക്കലി മാത്രം പ്രിസ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ കോമൺലി നോർമൽ സ്കിൻ കെയറിലോട്ട് പറയാതിരിക്കുന്നത്. അടുത്തത് നമ്മൾ മൈൽഡ് ആയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ വിറ്റാമിൻ സിയും അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ്, മെന്റലിക് ആസിഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ, റെറ്റിനോൾസ്, ഇതൊക്കെയെന്ന് വെച്ചാൽ എക്സ്ഫോളിയേറ്റിങ്ങും കൂടെ ചെയ്തിട്ട് വിറ്റാമിൻ സി ഒഴികെ ബാക്കി ഞാൻ പറഞ്ഞ എല്ലാം എക്സ്ഫോളിയേറ്റോട് ചെയ്തിട്ട് ഈ ഒരു പിഗ്മെന്റേഷൻ മാറ്റും. വിറ്റാമിൻ സി ഒരു പരിധിവരെ മെലാനിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യും. പക്ഷെ ലിറ്ററലി അതൊരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ അല്ല. ഇനി എന്താണ് ടൈറോസിനേസ് ഇൻഹിബിറ്റർ എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തെ എക്സസ് ആയിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വരുമ്പോഴാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺ ഡാമേജ്, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ്, അതല്ലെങ്കിൽ എന്തെങ്കിലും വൂൺസ്, ട്രോമ, ഇൻഫ്ലമേഷൻ, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്താ പറയുക എക്സ്റ്റേണൽ സ്ട്രെസ് വരുമ്പോഴാണ് ചില നമ്മുടെ മെലാനോസൈറ്റ്സ്, അതായത് നമ്മുടെ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ആക്ടിവേറ്റ് ആവുന്നതും ഒരുപാട് മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഈ മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാവാനായിട്ട് മെലാനോസൈറ്റ്സ് ആക്ടിവേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ടൈറോസിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഈ മെലാനോസൈറ്റിൽ ചെന്ന് വർക്ക് ചെയ്യണം. ഈ ടൈറോസിനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, അതായത് തടയുന്ന ആൾക്കാരെയാണ് നമ്മൾ ടൈറോസിനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് പിഗ്മെന്റേഷൻ വരെ ഞാൻ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് മാറ്റി മാറ്റി പറയുന്നത്. ഇതിന് ഓരോന്നിനെ സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കോജിക് ആസിഡ് ഈവൻ ദോ അത് പ്ലാന്റ് ഡിറൈവ്ഡ് ആയിട്ടൊക്കെ ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട്, അതായത് 3 months കൂടുതൽ നമ്മൾ സ്കിൻ കെയർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. 3 months ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഒരു 1 month 2 month ബ്രേക്ക് എടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയും. കോജിക് ആസിഡ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മെലാസ്മ തടയാനായിട്ടാണ്. അതായത് നമ്മുടെ മുഖത്തും കവിളിന്റെ 2 ഭാഗത്തും മൂക്കിന്റെ എവിടെയൊക്കെ വരുന്ന നല്ല രീതിയിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ. ഇത് കൂടുതലും വരുന്നത് ഒരു നമ്മൾ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ സൺ ഡാമേജ് മാറ്റാനായിട്ട് നമ്മൾ കോജിക് ആസിഡ് യൂസ് ചെയ്യും. അടുത്തത് ആൽഫ ആർബിറ്റിൻ. ആൽഫ ആർബിറ്റിൻ ഏറ്റവും നല്ലത് ടാനിങ്, അതായത് നമ്മൾ സൺ ഡാമേജ് ഉണ്ടാവുന്ന ടാനിങ് മാറ്റാൻ ആൽഫ ആർബിറ്റിൻ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. അടുത്ത അസലിക് ആസിഡ്. അസലിക് ആസിഡ് പിമ്പിൾ മാർക്സും അതുപോലെ തന്നെ പിമ്പിൾസിനെ തടയാനായിട്ടും ഹെൽപ്പ് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അസലിക് ആസിഡ് ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും കൂടെ ഉള്ള സാധനമാണ്. മാത്രമല്ല ബാക്കിയുള്ള ടൈറോസിനേസ് ഇൻഹിബിറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ അസലിക് ആസിഡിന് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാവുന്ന മാസ്കിനെ തടയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അസലിക് ആസിഡ് ആണ്. അടുത്തതാണ് നമ്മുടെ ട്രാൻഎക്സാമിക് ആസിഡ്. ഇന്ത്യൻ സ്കിന്നിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് എന്റെ POVയിൽ ട്രാൻഎക്സാമിക് ആസിഡ്. എനിക്ക് കോജിക് ആസിഡിനെക്കാളും നന്നായിട്ട് പിഗ്മെന്റേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ട്രാൻഎക്സാമിക് ആസിഡ് ആണ്. പക്ഷേ ഇത് പ്രഗ്നൻസി സേഫ് ആണെങ്കിലും നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് ഇത് അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ കോജിക് ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. ആൽഫ ആർബിറ്റിനും അസലിക് ആസിഡും ട്രാൻഎക്സാമിക് ആസിഡും കോജിക് ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. ഈ ലാസ്റ്റ് ആണ് ഗ്ലൈക്കോളിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡ് ഒരു AH ആണ്, അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ്. ബാക്കി 4 കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാമെങ്കിലും ഇത് ഹൈ കോൺസെൻട്രേഷൻ, അതായത് 5 to 6 എബോ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഒരു 1% 2% ഒക്കെ ആണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാറുള്ളൂ. മാത്രമല്ല ഇത് നമ്മുടെ ഡെഡ് സ്കിൻ, അതായത് സ്കിന്നിന്റെ പുറത്തുള്ള ഡെഡ് സ്കിന്നിനെ ബോണ്ടിനെ നശിപ്പിക്കാനും സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ ഈ ഗ്ലൈക്കോളിക് ആസിഡിനെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഒരു 6% വരെയാണെങ്കിൽ പ്രഗ്നൻസി സേഫ് ആണ്. മാത്രമല്ല ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളത് കമ്പയർ ചെയ്യുന്നത് മറ്റേ 4 ടൈറോസിനേസ് ഇൻഹിബിറ്ററിനെ കമ്പയർ ചെയ്തിട്ട് ഈ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, നൈറ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല വിറ്റാമിൻ സി, റെറ്റിനോൾ, ലാക്റ്റിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, മെന്റലിക് ആസിഡ് പോലെയുള്ള
സാധനങ്ങളുടെ സിറത്തിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യും. പക്ഷെ ബാക്കി 4 ടൈറോസിനേസ് ഇൻഹിബിറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യണോ, നൈറ്റിൽ അപ്ലൈ ചെയ്യണോ, സൺസ്ക്രീൻ ഇമ്പോർട്ടന്റ് ആണോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈവൻ ദോ പിഗ്മെന്റേഷൻ സൺസ്ക്രീൻ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഈ സ്പെസിഫിക് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൺസ്ക്രീൻ അത് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പക്ഷെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്താലും മസ്റ്റ് ആയിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയും വേണം. അപ്പൊ അതാണ് ആ ഒരു പിഗ്മെന്റേഷന് വേണ്ടി നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഇൻഗ്രീഡിയൻസ് പറയുന്നത്. ഇനി കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. അപ്പൊ ഇത് എന്തെങ്കിലും ഇപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്തേക്ക്, അല്ലെങ്കിൽ ലൈക്ക് കാർഡിൽ കോജിക് ആസിഡിനെ പറ്റി ഞാൻ ഡിഫറെന്റ് വീഡിയോസ് ചെയ്തിട്ട് അതൊന്ന് പോയി കണ്ടുനോക്കിയാലും മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ചേച്ചി ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതെന്നെ ഡാർക്ക് ആക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് അതല്ലെങ്കിൽ അതിന്റെ ഫോർമുലേഷൻ ഒക്കെ തന്നെയാണ്. നമ്മളൊരു സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു ഡാർക്ക് സ്കിൻ ടോണിലുള്ള ആൾക്കാരൊക്കെയാണ് സൺസ്ക്രീൻ വാങ്ങിക്കുന്നതെങ്കിൽ മാക്സിമം വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത സൺസ്ക്രീൻ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ പോലെ മീഡിയം സ്കിൻ ടോൺകാരാണെങ്കിലും നമ്മളൊരു എന്താ പറയുക അധികം ഇതില്ലാത്ത സൺസ്ക്രീൻ, വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത സൺസ്ക്രീൻ വാങ്ങിക്കുക. കാരണം നമ്മൾ വൈറ്റ് കാസ്റ്റ് നമ്മുടെ സ്കിന്നിലോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു ഗ്രേഷ് അപ്പിയറൻസ് ആയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഡള്ളാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ അധികം തിക്കായിട്ടുള്ള ക്രീമി ടൈപ്പ് സൺസ്ക്രീൻ വാങ്ങിക്കരുത്. കാരണം ഇതിനകത്തുള്ള ഓയിൽ നമ്മുടെ ഫേസിൽ വന്നിരുന്നിട്ട് ഓവറായിട്ട് ഓയിൽ തോന്നിക്കും. ഈ ഓയിൽ നമ്മൾ ഡള്ളാക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ആവോബെൻസിൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഫിൽറ്റേഴ്സ് ആണ്. ഇതിനകത്ത് സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡൈ ഓക്സൈഡും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡാർക്ക് ആക്കും. കാരണം ഇതിനകത്ത് ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചില ആൾക്കാർക്ക് ഇതിടുമ്പോൾ സ്കിൻ ഒന്ന് ഡാർക്ക് ആക്കും. അപ്പൊ ഇത് ഇല്ലാത്ത സൺസ്ക്രീൻസ് ഒന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ടാണ് മെയിൻ ആയിട്ടും ആൾക്കാർക്ക് സൺസ്ക്രീൻ ഇടുമ്പോഴത്തേക്ക് സ്കിൻ ഡാർക്ക് ആവുന്നത്. രണ്ടാമത്തെ സൺസ്ക്രീൻ ഇഷ്യൂ വന്നതെന്ന് വെച്ചാൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ മൂക്കുരു വരുന്നതാണ്. സൺസ്ക്രീൻ ഇപ്പൊ പ്രസന്റ്ലി ഇപ്പോൾ ഒരുവിധം നല്ല സൺസ്ക്രീൻ എല്ലാം വാട്ടർ റെസിസ്റ്റന്റ് ആണ്, അതായത് വെള്ളത്തിന് തടയാൻ പറ്റും. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ച് മുഖം കഴുകി എന്നും പറഞ്ഞിട്ട് സൺസ്ക്രീൻ പ്രോപ്പർ ആയിട്ട് പോകത്തില്ല. അപ്പൊ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പോസിനകത്തോട്ട് ഈ സൺസ്ക്രീൻ കയറിയിരിക്കും. അപ്പൊ നമ്മൾ കഴുകി കളഞ്ഞില്ലല്ലോ. അപ്പൊ അത് കാരണം സൺസ്ക്രീൻ ഒരിക്കലും നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യേണ്ട സാധനമല്ല ലോങ് ടേംസിന്. അത് അവിടെ ഇരുന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ട് കഴുകി കളയേണ്ട സാധനമാണ്. അപ്പൊ അത് അവിടെ നമ്മുടെ പോസിൽ പോയി ഇരുന്നിട്ട് ഇതിന്റെ റെസിഡ്യൂസ് ഇരുന്നിട്ട് അത് നമ്മുടെ പോസിനെ ക്ലോഗ് ആക്കിയിട്ട് അത് നമുക്ക് മോക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാക്കും. അതുകൊണ്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നുകിൽ നിങ്ങൾ ഒരു ക്ലെൻസിങ് ബാമോ ക്ലെൻസിങ് ഓയിലോ അല്ലെങ്കിൽ മിസല വാട്ടറോ വെച്ചിട്ട് കഴുകിയിട്ട് നോർമൽ ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാം. സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പോസ് അടയും, പോസ് ബ്രീത്ത് ചെയ്യാൻ പറ്റാതാവുകയും നമ്മുടെ സ്കിൻ വീണ്ടും ഡള്ളാവുകയും മൂക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്ത സൺസ്ക്രീൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിയർപ്പ് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഞാൻ മറ്റേത് പറഞ്ഞതുകൊണ്ട് ഇതുകൂടെ കമ്പയർ ചെയ്ത് പറയുന്നേ ഉള്ളൂ. മറ്റേതായിരുന്നു കേട്ടോ മെയിൻ ക്വസ്റ്റ്യൻ ഡാർക്ക് ആക്കുന്നത്. എനിവേസ് അപ്പൊ നമ്മുടെ സൺസ്ക്രീനെ ഒന്ന് നമ്മളെ എന്താ പറയുക വിയർപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് 2 റീസൺ ഉണ്ട്. ഒന്ന് നമ്മുടെ സൺസ്ക്രീൻ ഭയങ്കര തിക്കായിരിക്കും. തിക്കായിട്ടുള്ള സൺസ്ക്രീൻ നമ്മുടെ ഫേസ് സ്കിന്നിന്റെ ടോപ്പിലോട്ടിരിക്കും, നമ്മുടെ സ്കിന്നിന്റെ പോസ് അടയും. അപ്പൊ അതിന് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കാരണം വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് ചിലപ്പോൾ കെമിക്കൽ ബേസ്ഡ് സൺസ്ക്രീൻ ആയിരിക്കും, അതായത് കെമിക്കൽ ഫിൽറ്റേഴ്സ് ആയിരിക്കും നിങ്ങളുടെ സൺസ്ക്രീനകത്ത് ഉള്ളത്, ആവോ ബെൻസീനൊക്കെ പോലെയുള്ളവ. അത് നല്ലതാണെങ്കിലും ഇത് നമ്മള് എന്താ പറയുക ചില ആൾക്കാർക്ക് ഈ സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ചെറിയ രീതിയിലൊരു എക്സോതെർമിക് റിയാക്ഷൻ ചൂട് പുറത്തിടും. ചില ആൾക്കാർക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അത് അവർക്ക് എക്സീവായിട്ട് വിയർപ്പ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് സൺസ്ക്രീൻ ഇടുമ്പോൾ ആൾക്കാർ വിയർക്കുന്നത്. അപ്പോൾ ഒരുവിധം സൺസ്ക്രീൻ ഡൗട്ട്സ് ക്ലിയർ ആയി വിചാരിക്കും നമ്മൾ. അല്ലെങ്കിൽ സൺസ്ക്രീനെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഡാർക്ക് ആവുന്നു എന്നുള്ള ഡൗട്ട് മനസ്സിലായാലും. പിന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വിറ്റാമിൻ സി അടങ്ങിയ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾ ഡാർക്ക് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം വിറ്റാമിൻ സി പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആവുന്ന സാധനമാണ്. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീനകത്ത് ഓൾറെഡി വിറ്റാമിൻ സി ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ചിലപ്പോൾ ഡാർക്ക് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ നയാസിനമൈഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ഞാൻ ഇന്ത്യൻ ഇൻഗ്രീഡിയൻസ് നയാസിനമൈഡ് ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യാമോ എന്നുള്ളതാണ്. നയാസിനമൈഡ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് വിറ്റാമിൻ ബിയുടെ അണ്ടറിൽ വരുന്ന നിയാസിൻ എന്ന് പറയുന്ന സാധനത്തിന്റെ അണ്ടറിൽ വരുന്ന സാധനമാണ് ഈ നയാസിനമൈഡ്. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് മുന്നേ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ നയാസിനമൈഡ് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ പറഞ്ഞാണ് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇൻഗ്രീഡിയന്റ് ആണ് ഈ നയാസിനമൈഡ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഗ്ലോ ആൻഡ് ലവ്ലി അങ്ങനെ പല റാൻഡമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന
മോയിസ്ചറൈസറുകളിനകത്തും ഈ നയാസിനമൈഡ് ഉണ്ട്. നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് ബ്രൈറ്റൻ അപ്പ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നല്ലതെന്ന് പറയുന്നത്. നിങ്ങൾ ഡ്രൈ സ്കിന്നിലാണ് നയാസിനമൈഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഹൈഡ്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഓയിലി സ്കിന്നാണ് അത് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഓയിൽ പ്രൊഡക്ഷൻ അത് മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഹൈഡ്രേഷനും തരും. പിന്നെ നിങ്ങളുടെ ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ അതിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനായിട്ട് നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നയാസിനമൈഡ് നമ്മൾ 10% ആണ് നോർമലി യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നയാസിനമൈഡ് എപ്പോഴും 5% സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അഥവാ നിങ്ങൾ 10% നയാസിനമൈഡ് വാങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, കാരണം ഇത് എന്നോട് ഒരാളെ ചോദിച്ചു ഞാൻ 10% വാങ്ങിച്ചു പോയി ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ. നിങ്ങൾ 10% വാങ്ങിച്ചെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുക, 2 times യൂസ് ചെയ്യാതിരിക്കുക. നൈറ്റിൽ ഓൾട്ടർനേറ്റ് നൈറ്റ്സിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് ഗ്രാജുവലി ഒരു 1 to 2 weeks അങ്ങനെ യൂസ് ചെയ്യാം. അതിനുശേഷം എല്ലാ നൈറ്റ് യൂസ് ചെയ്യാം. എന്നിട്ട് മോർണിംഗിൽ മോർണിംഗിലും ഇതുപോലെ നൈറ്റ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മോർണിംഗിൽ നിങ്ങൾ ആൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യുക. അതിനുശേഷം എല്ലാ ദിവസവും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ എല്ലാ ദിവസവും മോർണിംഗ് എല്ലാ ദിവസവും നൈറ്റും ഒക്കെ യൂസ് ചെയ്യുക. അതായത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുക ഇത്രയും ഹൈ കോൺസെൻട്രേഷൻ നയാസിനമൈഡ് കൊടുക്കുമ്പോൾ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ഓർഡിനറിയുടെ നയാസിനമൈഡ് 10% ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് നയാസിനമൈഡ് സിറാണ്. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് പോലും ആൾക്കാർക്ക് പിമ്പിൾ മാർക്സും പേർജിങ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നയാസിനമൈഡ് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ അത്ര പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമല്ല നമ്മൾ ആദ്യമേ പറഞ്ഞ ഇൻഗ്രീഡിയൻസിനെ പോലെ. പക്ഷെ ഒരു പരിധി വരെ ഒരു ചെറിയ ലൈക്ക് നമ്മളിപ്പോ ജസ്റ്റ് ഒരു ആക്റ്റീവ് പിമ്പിൾ വന്നു അത് ജസ്റ്റ് ഒരു മാർക്ക് ലീവ് ചെയ്തിട്ടുള്ളൂ, അത്ര സ്റ്റബേൺ മാർക്സ് ഒന്നും അല്ലെങ്കിൽ അതൊന്ന് ലൈറ്റൺ അപ്പ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കുന്നു, സ്കിന്നിനെ ഒന്ന് ഈവൻ ഔട്ട് ഒക്കെ ആക്കി എടുക്കാനായിട്ട് നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത നയാസിനമൈഡ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ലിറ്ററലി കോൺസെൻട്രേഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും ശ്രദ്ധിക്കണം. ബിഗിനേഴ്സ് ആണെങ്കിൽ 5% സ്റ്റാർട്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്തോ, ഡാം സ്കിന്നിൽ അപ്ലൈ ചെയ്തോ, വിറ്റാമിൻ സി സിറത്തിനോട് അപ്ലൈ ചെയ്തു, റെറ്റിനോൾ സിറത്തിനോട് അപ്ലൈ ചെയ്തു, സാലിസിലിക് ആസിഡ് സിറത്തിനോട് അപ്ലൈ ചെയ്തു, ലാക്റ്റിക് ആസിഡ് സിറത്തിൻ്റെ, ഗ്ലൈക്കോളിക് ആസിഡിന്റെ, മെറ്റലിക് ആസിഡിന്റെ എന്ത് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോ ഇഷ്യൂ. മോർണിംഗിൽ യൂസ് ചെയ്ത് നൈറ്റിൽ യൂസ് ചെയ്ത് ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണോ യൂസ് ചെയ്ത്, ആക്നെ പ്രോൺ സ്കിൻ ആണോ യൂസ് ചെയ്ത്, ഇങ്ങനെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. സ്കിൻ കെയറിൽ നമുക്ക് റാൻഡം ആയിട്ട് എല്ലാവർക്കും സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നയാസിനമൈഡ്. പക്ഷെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് നന്നായിട്ട് സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് റൈസ് എങ്കിലും റൈസിൽ നിന്ന് നമുക്ക് അലർജി വരാം. ഇപ്പൊ നയാസിനമൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അലർജി വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് നയാസിനമൈഡ് യൂസ് ചെയ്യുന്നത്, നയാസിനമൈഡ് എന്നല്ല ഏതൊരു സ്കിൻ കെയർ ആണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി എന്താണ് പാച്ച് ടെസ്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പുതുതായിട്ട് വാങ്ങിക്കുമ്പോൾ അത് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാതെ നിങ്ങളുടെ ഈ ചെവിയുടെ ബേക്കിലോ കൈയുടെ ഈ ഒരു ഭാഗത്തോ അതല്ലെങ്കിൽ നമ്മുടെ മുടി മാറ്റിട്ട് ഇവിടെയോ അങ്ങനെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും ഇച്ചിനെസ്സോ ഇറിറ്റേഷനോ 2 hours വരുന്നോ എന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊന്നും അലർജി ഇല്ല, അത് ശ്രദ്ധിക്കാം. പിന്നെ ഈ ലിപ് ബാംസ് ഒക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നമ്മൾ കേൾക്കാത്ത ടൈപ്പ് സീഡുകളൊക്കെ അതിനകത്ത് കാണും. ഇപ്പൊ റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡിന്റെ ലിപ് ബാം, അതായത് നമ്മുടെ ജസ്റ്റിൻ ബീബറിന്റെ വൈഫിന്റെയാണ് ഈ റോഡ് ബ്രാൻഡ്. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, റോഡ് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അതിന്റെ ലിപ് ട്രീറ്റ്മെന്റ് നല്ല ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ ഒരുപാട് പേർക്ക് അത് അലർജിക് റിയാക്ഷൻ കൊടുത്തു. കാരണം അതിനകത്ത് ഒരു ഡ്രൈ ഫ്രൂട്ടിന്റെ സീഡിന്റെ എക്സ്ട്രാക്ട് ഉണ്ടായിരുന്നു. അത് നമ്മളധികം കേൾക്കാത്ത കഴിക്കാത്തതാണ്. പക്ഷെ ഇത് കഴിക്കാത്തതാണ്. ഇത് വളരെ ചെറിയ കോൺസെൻട്രേഷനേ ഉള്ളൂ, ആരും ശ്രദ്ധിച്ചില്ല. ഈവൻ പുള്ളിക്കാരി പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കാരണം ഒരു അലർജി ഉണ്ടാവുന്ന. അത്രയും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ വന്ന്, സിംപ്ലസ് അല്ല അത്രയും സിമ്പിൾ ആയിട്ട് വന്നൊരു പ്രൊഡക്റ്റ് പെട്ടെന്ന് ഒരു അലർജിക് റിയാക്ഷൻ കൊടുത്തു. പ്രൊഡക്റ്റ് നന്നായാലും ഇതൊരു അലർജി ഒരുപാട് പേർക്കും അത് കൊടുത്തു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലിപ് ബാം തൊട്ട് എന്ത് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ചാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. ഈവൻ തോ നിങ്ങൾക്ക് ഒരു ടൈപ്പ് അലർജി ഇല്ലെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് എവിടെന്നെങ്കിലും ഒരു അലർജി കയറി വരാൻ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. DIY നാച്ചുറൽ റെമഡീസ് ഉണ്ടോ? എനിക്ക് ഇപ്പൊ റീസെന്റ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കൂടെ തന്നെ അത് വന്ന് കുറച്ച് ദിവസം തലേന്ന് എനിക്ക് വേറൊരു കമന്റ് വന്നു, DIY സ്കിൻ കെയറിന് ബാഡ് എഫക്ട്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോന്ന്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഒരു പരിധിവരെയുള്ള ആൾക്കാർക്ക് DIYയുടെ ബാഡ് എഫക്ട്സ് മനസ്സിലായി. കുറെ ആൾക്കാർക്ക് ഇപ്പോഴും DIY ആണ് സേഫ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഈവൻ ദോ DIYയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും നമ്മൾ ഡയറക്റ്റ്ലി കഴിക്കുന്നതാണെങ്കിലും നമുക്കത് സ്കിന്നിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റാത്തതാണ്. അതിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിന്റെ pH അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എക്സാമ്പിൾ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ നല്ല സാധനമാണ്. പക്ഷെ ഈ നാരങ്ങ വെള്ളം ഒരു കാലത്ത്, പ്രത്യേകിച്ചും നാരങ്ങ നീര് ഒരു കാലത്ത് നമ്മുടെ
മുടിയെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു പറഞ്ഞ് വിശ്വസിക്കും. ഒരു 2000 ഈ ഹെയർ ഹൈലൈറ്റ് ചെയ്യാൻ അന്നത്തെ ഒരു ട്രെൻഡ് ആയിരുന്നു, ഭയങ്കര വലിയ ട്രെൻഡ് ആയിരുന്നു ഏർലി 2008 എന്ന് വെച്ചാൽ നമ്മൾ ഈ നാരങ്ങ നീര് നല്ല വെയിലുള്ള സമയത്ത് എന്നിട്ട് നമ്മുടെ മുടിയിൽ അതിനെ സ്പേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നാച്ചുറൽ ഹൈലൈറ്റ് ആവും എന്ന് പറയും. കാരണം അതിനൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട്. അതേ സാധനമാണ് നമ്മൾ ഫേസിൽ ഇടുന്നത്. അപ്പൊ നമ്മുടെ ഫേസിന് എന്തൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് DIY അത്ര എഫക്റ്റീവ് അല്ല, സ്കിൻ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഇംപ്രൂവ് ആയിട്ട് നല്ല രീതിയിൽ സ്കിൻ കെയർ നമുക്ക് ബ്രാൻഡിൽ കിട്ടുന്നുണ്ട്. നമ്മൾ DIY ഉണ്ടാക്കും. അപ്പൊ DIY നിങ്ങൾ പറയും കുറച്ചും കൂടി ഈസിലി ആണ്, ആക്സസബിൾ ആണ് വാങ്ങിക്കാൻ. നിങ്ങൾ ഈ കടയിൽ പോയി ഇത് ഇത്രയും വാങ്ങിക്കുന്ന എമൗണ്ട് തന്നെ മതി. ഇത് ആ എമൗണ്ട് നിങ്ങളൊന്ന് കൂട്ടി വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്കിൻ കെയർ വാങ്ങിക്കാം. കാരണം നിങ്ങൾ അതിന്റെ കോസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കും. നിങ്ങളിപ്പോ പറയും എന്നാ ഞാൻ വീട്ടിൽ നിന്നല്ലേ എടുക്കുന്നത്, വീട്ടിൽ വെറുതെ വരുന്നതല്ലല്ലോ, നമ്മൾ വാങ്ങിക്കുന്നതല്ലേ, അപ്പോഴും നമ്മൾ പൈസ കൊടുത്താണല്ലോ വാങ്ങിക്കുന്നത്. എന്താണെങ്കിലും നമുക്കൊരു പൈസ അവിടെ പോകണ്ടല്ലോ. അപ്പൊ ആ പൈസ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പർ സ്കിൻ കെയർ ചെയ്യാം, നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് DIY ഒരു പ്രോപ്പർ സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഒരു തെറാപ്യൂട്ടി ആയിട്ട് വല്ലപ്പോഴും സേഫ് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുന്നതിനോട് ഞാൻ കുഴപ്പം പറയില്ല. നമ്മൾ റാൻഡമായിട്ട് എന്തെങ്കിലും ഹണി മാസ്കോ പഴത്തിന്റെ മാസ്കോ കേടോ ഒക്കെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു വല്ലപ്പോഴും ഒന്ന് റിലാക്സ് ആവാൻ ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് ഫൈനാണ്. അതിനപ്പുറം കഴിഞ്ഞിട്ട് സെറംസ് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല അന്തസ് പണി മുഖത്ത് കിട്ടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 6 months ആയിട്ടില്ലല്ലോ നമ്മൾ ഗീ മോയ്സ്ചറൈസർ ഇറങ്ങിയിട്ട്, അതായത് ഗീ വെക്കും പാത്രത്തിനകത്ത് നല്ല വെണ്ണ വെച്ചിട്ട് ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ അതിനകത്ത് ഒരു മോയ്സ്ചറൈസർ എടുക്കും, നമ്മൾ ഫേസിലിടും. നല്ലതല്ലേ? സത്യമാണ്. ഗീ നമ്മുടെ ലിപ്പിന്റെ ഒക്കെ ഡ്രൈനസ് മാറ്റാൻ നല്ലതാണ്. പക്ഷേ നല്ല ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്കാർ ഇതെടുത്ത് മുഖത്തിട്ടാണ്ടല്ലോ മൂക്കുരു വന്ന് പണ്ടാരടങ്ങിപ്പോവും. എക്സാമ്പിൾ എനിക്ക് ഒരു DM വന്നതാണ് ഒരു കുട്ടിയുടെ. അവൾ ഇതിപ്പോ കണ്ട് പരീക്ഷിച്ചിട്ട് മുഖത്തിട്ടിട്ട് നല്ല മൂക്കുരു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം അത് പോസിനെ അടയ്ക്കുന്ന സാധനമാണ്. ഈ നല്ലതല്ലേ, കഴിക്കുന്ന സാധനമല്ലേ, ആണ് ഹെൽത്തി ആയിട്ടുള്ള സാധനം. പക്ഷെ നമ്മുടെ പോസിനെ അടയ്ക്കാൻ പറ്റും, അത് കാരണം നമുക്ക് കുരു വരും. ഇപ്പൊ എപ്പോഴും DIY നല്ലതാവണം എന്നില്ല, വല്ലപ്പോഴും ഒരു തെറാപ്യൂട്ടിക് ആയിട്ട് നിങ്ങൾ DIY ചെയ്താൽ ഫൈൻ. പക്ഷെ അല്ലാണ്ട് ഒരു നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് DIY ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നല്ല റിസൾട്ട് തരത്തില്ല. ഞാൻ DIY പറ്റിയാണ് പറയുന്നത്, ആയുർവേദിക് സ്കിൻ കെയറിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. DIYയും ആയുർവേദം രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക കേട്ടോ. അത് ഞാൻ കളിക്ക് പറയുന്നതല്ല, ഞാൻ സീരിയസ് ആയിട്ട് വല്ലപ്പോഴും ഞാൻ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടേ പറയാറുള്ളൂ. അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണേന്ന് വെച്ചാൽ അതിന് ഇപ്പോഴും DIY മാത്രമാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ല, നിങ്ങൾ ആയുർവേദത്തിന് പ്രോപ്പർ ആയുർവേദമായിട്ട് നിങ്ങൾ സ്കിൻ കെയർ ചെയ്താൽ ഫൈൻ, അത് കുഴപ്പമില്ല. നമ്മൾ കുങ്കുമാതി തൈലൊക്കെ നല്ലതാണ് മുറിവൊക്കെ മാറാനായിട്ട്. പക്ഷേ അത് നമ്മൾ കുങ്കുമാതി തൈലം ഉണ്ടാക്കിയാൽ ആ റിസൾട്ട് കിട്ടണം എന്നില്ല. നമ്മളേനെ അറിയാം, വീട്ടിൽ നമ്മൾ ചില സാധനങ്ങൾ പ്രോപ്പറായിട്ട് ആയുർവേദത്തിന്റെ ആ ഒരു ചിട്ടവട്ടത്തിൽ ഉണ്ടാക്കിയാൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ പോലില്ല. എക്സാക്ട്ലി സെയിം ആണ്. നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ആ ഒരു ഹൈജീൻ, ആ ഒരു ക്ലീൻനെസ്, അതൊന്നും ഹൈജീൻ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ മെഷർമെന്റ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ റിസൾട്ടും കിട്ടത്തില്ല. ചിലപ്പോൾ അത് ബാഡായിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ അഴുക്കിയുണ്ട്, നല്ലതുണ്ട്, എല്ലാം നല്ലതാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനകത്ത് നമുക്ക് പ്രോപ്പർ നല്ല സ്കിൻ കെയർസ് ഒരുപാടുണ്ട്. മിനിമലിസ്റ്റ്, ഡെർമക്കോ, അല്ലെങ്കിൽ ഡീകൺസ്ട്രക്റ്റ്, ഓർഡിനറി, വിഷ് കെയർ, അങ്ങനെയൊക്കെ നല്ല നല്ല ബ്രാൻഡ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അത്രയും നല്ല ബ്രാൻഡ്സ് ഉള്ളപ്പോഴത്തേക്ക് ബ്രാൻഡ് എന്നുള്ളതല്ല, നമുക്ക് സേഫ് ആയിട്ട് സ്കിൻ കെയർ കിട്ടുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അപ്പൊ ഇന്നത്തെ Q&A മെയിൻ ആയിട്ട് നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സൺസ്ക്രീനുകളെ പറ്റിയിട്ട്, നിയാസിനമൈഡിനെ പറ്റിയിട്ട്, DIY സ്കിൻ കെയറിനൊക്കെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്സ് ഈ പറഞ്ഞ കാര്യത്തിലുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കെയർ ഡൗട്ട്സ്, ലോങ് വീഡിയോ ഡൗട്ട്സ് ഉണ്ട്, ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും, തേഴ്സ്ഡേയും, സൺഡേസിലും വരുന്ന റിഫ്ലക്ഷൻസ് ആയിരിക്കും.